മാനം ലഭിക്കും. ഇതേ അനുഭവം തന്നെയാണ് യേശു തമ്പുരാൻ പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ചിന്ത, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് നാം ജീവിതത്തിൽ എന്ത് താഴ്മയുള്ളവരായിത്തീരുന്നത്, വിനയമുള്ളവരായിത്തീരുന്നത്, അല്ലെ? അപ്പോൾ പറയുന്നു, വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇത് മൂന്നും ജീവിതത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അഹങ്കരിക്കുവാൻ ഒരിക്കലും സാധ്യമാവും. വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ജീവിതത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും അഹങ്കരിക്കുവാൻ സാധിക്കും. വീണ്ടും താഴ്മയുള്ളവരുടെ മനസ്സിന്റെ അനുഭവങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. എന്തെല്ലാമാ താഴ്മയുള്ള ഒരു ജീവിത ശൈലിയുടെ പ്രത്യേകത? എന്തെല്ലാമാണ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ്? ഞാൻ എന്തെല്ലാമോ ആണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുവാനുള്ള ഒരു പ്രകടനാത്മകത ജീവിത ശൈലിയുണ്ട്. പിന്നെ എന്താ? നമ്മുടെ സംസാരമാണ് രണ്ടാമത്. ഒന്ന്, എന്റെ പ്രകടനം നിറഞ്ഞ ഒരു ജീവിതം, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെല്ലാമോ ആണെന്ന് കാണിക്കുവാനുള്ള ഒരു ശ്രമം. പിന്നെ എന്താ? നമ്മുടെ സംസാരത്തിൽ എന്താ നിഴലിച്ചു നിൽക്കുന്നത്? എപ്പോഴും നമ്മുടെ സംസാരത്തിൽ നിഴലിച്ചു നിൽക്കുന്നത് എന്താ? ഞാനെന്ന ഭാവമുണ്ട്. പിന്നെ എന്തുണ്ട്? പൊങ്ങച്ചമുണ്ട്, അല്ലെ? അല്പം പൊങ്ങച്ചം എപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ നിഴലിച്ചു കാണാറുണ്ട്. അപ്പോ ഒന്ന്, പ്രകടനം നിറഞ്ഞ ജീവിതം, ഇത് അഹങ്കാരത്തിന്റെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ. പൊങ്ങച്ചം നിറഞ്ഞ ജീവിത ശൈലികൾ. പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള നമ്മുടെ പ്രയാസം, അതായത് മറ്റു വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കുവാനോ ആദരിക്കുവാനോ നമുക്ക് സാധ്യമല്ലാതെ ഇത് ജീവിതത്തിന്റെ അപജയത്തിന്റെ കാരണമാണ്. എന്നാൽ വിനയവും താഴ്മയുമുള്ള ഒരു ജീവിതമാകുമ്പോൾ അവിടെ പ്രകടിപ്പിക്കുവാനൊന്നുമില്ല. താഴ്മയുടെ അനുഭവങ്ങളാണ്, പൊങ്ങച്ചം നിറഞ്ഞ സംഭാഷണങ്ങൾ അവിടെയില്ല. അതെല്ലാം ഒരു തലത്തിലേക്ക് മാറി നിൽക്കുകയാണ്. പിന്നെ അവിടെയുള്ളത് എന്താണ്? നമ്മളാക്കേണ്ടത് പൊങ്ങച്ചങ്ങളും പൊയ്മുഖങ്ങളും ഒന്നും അധിക നാൾ നിലനിൽക്കുകയില്ല, അല്ലെ? എന്റെ ജീവിതത്തിന്റെ തനിമ എന്താണെന്ന് എന്നോട് അടുത്ത് ഇടപെടുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇല്ലേ? നമ്മുടെ നാട്ടിൻ രീതിയിൽ പറഞ്ഞാൽ എന്താ? കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയാവുന്നവർ. എന്നോട് കൂടെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടപെട്ട് കഴിയുമ്പോൾ എന്റെ തനി സ്വഭാവം എന്താണെന്നും എന്റെ വ്യക്തിത്വം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പൊയ്മുഖങ്ങളും പൊങ്ങച്ചങ്ങളും ഒന്നും നിലനിൽക്കുകയും അതെല്ലാം തകർന്നടിഞ്ഞു പോകും. കാരണം എനിക്ക് ഒരു വ്യക്തിയിൽ നിന്നും അധികകാലം ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയും. ഇന്ന് നമ്മുടെയൊക്കെ ശ്രമം അതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് പലതും മറച്ചു വെച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തിൽ പൊങ്ങച്ചത്തോടെ പ്രകടനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതൊക്കെയും തകർന്നു പോകുന്ന ചീട്ടുകൊട്ടാരങ്ങളാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. ഇവിടെയാണ് യേശു തമ്പുരാന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. തന്റെ ജീവിതത്തിന് നാട്യങ്ങളോ കാപട്യങ്ങളോ ഉള്ളതൊന്നുമില്ലായിരുന്നു. തന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ സ്വന്തമായി എടുത്തത് എന്തായിരുന്നു? ഒരു ശരീരം മാത്രമാണ്. ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഒരു ശരീരം മാത്രം, ഒരു ജീവിക്കുകയായിരുന്നെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തുണ്ടായേനെ? വലിയ സാമ്പത്തികമായ ലാഭമുണ്ടായേനെ. ഒരു പരിധിയിൽ നോക്കിയാൽ യേശുവിന്റെ ജീവിതം ഒന്നുമില്ലാത്ത ഒരു ജീവിതമായി, അല്ലെ? ജീവിക്കുവാൻ ഒരു വീടില്ലായിരുന്നു, ഒരു നാണയം പോലും കൈവശം എടുക്കുവാനില്ലായിരുന്നു, അല്ലെ? ജീവിക്കുവാൻ വീടില്ലാഞ്ഞോണ്ടാ യോഹന്നാൻ ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എവിടെ താമസിക്കുന്നു? പറയുന്നുണ്ട്, ആകാശത്തിൽ പക്ഷികൾക്ക് കൂടും, പറവകൾക്ക് ആകാശവും പാമ്പുകൾക്ക് മാളവും ഉണ്ട്, മനുഷ്യപുത്രനോ തല ചായിക്കുവാൻ ഇടമില്ല. ഒരു നാണയം തന്റെ കൈവശം എടുക്കുവാനില്ല. എന്താ ചെയ്യുന്നത്? ടാക്സ് ചോദിച്ച വ്യക്തി ചോദിക്കുമ്പോൾ പത്രോസിനോട് പറയുന്നത് എന്താ പറയുന്നത്? നീ ചെന്ന് ചൂണ്ടലിട്ട് മീൻ പിടിക്കുക, അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ദ്രഹ്മ ലഭിക്കും, നീ അത് എനിക്കും നിനക്കും വേണ്ടി കൊണ്ടു കൊടുക്കുക. അപ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഇരുന്ന ഒരു താഴ്മയുടെ വിനയത്തിന്റെ അനുഭവമാണ് ഇവിടെ കാണുന്നത്. ഇന്ന് നമ്മുടെ ജീവിതം, അപ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ടായത് ചില ദൈവികമായ പൊൻതൂവലുകൾ മനുഷ്യരിലേക്ക് പകർന്നു നൽകുകയാണ് അവന്റെ ജീവിതത്തിലൂടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത് ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ ചില തൂവലുകളാണ്. പൊങ്ങച്ചത്തിന്റെ തൂവലുകളുണ്ട്, പ്രകടനത്തിന്റെ തൂവലുകളുണ്ട്, അഹങ്കാരം നിറഞ്ഞ മനോഭാവത്തിൻ്റെതായ തൂവലുകളുണ്ട്. ഈ അവബോധം നമ്മിലുണ്ടാകണം. എന്റെ അവസ്ഥ എവിടെയാണ്? ഞാൻ ഏതു തലത്തിലാണ് നിൽക്കുന്നത്? നമ്മുടെ അറിവിനും അതുപോലെ കഴിവിനും പരിമിതികൾ ഉദാരവും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് വീഴ്ചയ്ക്ക് കാരണമാണ്. ഏതിന്റെ പ്രതീക്ഷയിലെ വീഴ്ചയ്ക്ക് കാരണവും അത് തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നത്. കാരണം തങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റെന്തൊക്കെയോ ആയിത്തീരുവാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ